സമയമാറ്റത്തെ രക്ഷിതാക്കൾ പിന്തുണച്ചുകൊണ്ടുള്ള സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്ത്. 50% അധികം പേർ സ്കൂൾ ദിവസങ്ങളിലെ പരമാവധി സമയം ഉപയോഗിക്കുന്നതിനെ പിന്തുണച്ചു. വെറും 6% രക്ഷിതാക്കൾ മാത്രമാണ് പഴയ സമയക്രമത്തെ പിന്തുണച്ചത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മീഡിയ വണ്ണിന് ലഭിച്ചു. സമസ്തയുടെയും പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെയും പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സമയമാറ്റത്തെ രക്ഷിതാക്കൾ പിന്തുണച്ചുവെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. 156 രക്ഷിതാക്കളുടെ അഭിപ്രായമാണ് തേടിയത്. ഇതിൽ 50.7% രക്ഷിതാക്കളും സമയം കൂട്ടുന്നതിനെ പിന്തുണച്ചു. എതിർത്തത് 6.4% മാത്രം. സിലബസും അനാവശ്യ അവധികളും കുറയ്ക്കണമെന്നും 41.1% രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ പഠന ദിവസങ്ങൾ കൂട്ടുന്നതിനെ 87.2% പൊതുജനങ്ങൾ എതിർക്കുകയാണുണ്ടായത്. അന്താരാഷ്ട്ര നിലവാരപ്രകാരം 1100 മുതൽ 1450 മണിക്കൂർ വരെ പഠന സമയമാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. മുൻ സമയപ്രകാരം കേരളത്തിലെ സ്കൂളുകളിൽ ഇത് 975 മണിക്കൂറുകൾ മാത്രമാണ്. സമയം വർദ്ധിപ്പിക്കുന്നതിലൂടെ കേരളത്തിലെ സ്കൂളുകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാനാവും. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായം തേടിയത്. അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്കൂൾ സമയം വർദ്ധിപ്പിച്ചത് പിൻവലിക്കാനാവില്ല എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. സമയമാറ്റത്തെ ആദ്യം എതിർത്ത സമസ്ത പിന്നീട് അരമണിക്കൂർ എന്നത് വൈകിട്ടത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവരുമായി ചർച്ചയാകാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. മീഡിയ 1 തിരുവനന്തപുരം.